നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഭൂരിഭാഗം കുട്ടികളും ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണുള്ളത്. അതായത് റീസെൻ്റ്ലി സിലബസ് മാറുമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ, ഒരു അപ്ഡേറ്റ് UGC ചെയർമാനിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വരുന്ന എക്സാമുകളെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് ഓഫ് കുട്ടികൾ വരുന്ന ജൂൺ എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം മറ്റു പലരും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഒരു ക്ലാരിറ്റി വന്നിട്ട്, സിലബസ് മാറ്റം വന്നിട്ട്, പുതിയ സിലബസ് എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ടേക്കിലാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, സിലബസ് മാറുക എന്നുള്ളത് ഏതൊരു കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെയും ഡിഫറെൻറ്റ് ഫേസുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വന്നാൽ പല എക്സാമുകളും അവരുടെ സിലബസ് മാറ്റാറുണ്ട്. സിലബസ് മാറ്റം എന്നുള്ളത് ഒരേ സമയം ഒരു ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ ഒരു ചാലഞ്ചും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറയും, നമ്മളെ സംബന്ധിച്ച് എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളിൽ ഒന്നാണ് ജൂൺ എക്സാം എന്നുള്ളത്. കാരണം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പല കുട്ടികളും ഈ ഒരു കൺഫ്യൂഷൻ കാരണമായിട്ട് പ്രോപ്പറായിട്ട് ഇപ്പോൾ പ്രിപ്പറേഷൻ നടത്തുന്നില്ല. അവർ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സിലബസിന് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് ഈ ജൂൺ എക്സാമിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള പല എക്സാമുകളെയും കമ്പയർ ചെയ്യുമ്പം, അല്ലെങ്കിൽ മുമ്പ് നടന്ന എക്സാം സൈക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് പരിചയമുള്ള, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള, മുമ്പ് വായിച്ചിട്ടുള്ള, എക്സാം എഴുതി ശീലിച്ചിട്ടുള്ള ഒരു പരീക്ഷയുടെ മോസ്റ്റ് പ്രോബബ്ലി അവസാനത്തെ ഒരു ടേമാണ് വരുന്ന ജൂൺ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പരമാവധി ഉപയോഗിക്കുക. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതേസമയം ഇതൊരു മത്സര പരീക്ഷയാണ്. നമുക്കറിയാം, നമ്മൾ ജയിക്കണം എന്ന് 100% ഉറപ്പൊന്നുമില്ല. മേ ബി നമ്മൾ പ്രതീക്ഷ റിസൾട്ട് ഒരു പക്ഷേ വരുന്ന ജൂൺ എക്സാമിന് നമ്മൾ കംപ്ലീറ്റ് എഫേർട്ട് കൊടുത്താലും നമുക്ക് ലഭിക്കണമെന്നില്ല. മേ ബി നമുക്ക് ഡിസംബർ എക്സാം എഴുതേണ്ടി വരും. അവിടെയും നിങ്ങൾ ഈ ഒരു ജൂൺ എക്സാമിനുള്ള സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായാലും ഡിസംബർ എക്സാം പ്രിപ്പറേഷനെ അത് നിങ്ങൾ ഒരുപാട് സഹായിക്കും. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സിലബസ് മാറും എന്ന് നമുക്കൊക്കെ ഉറപ്പാണെങ്കിൽ പോലും അതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, അതായത് ഓവറോൾ ആയിട്ട് എക്സാമിൻ്റെ കംപ്ലീറ്റ് സിലബസ് മാറും എന്ന് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹിസ്റ്ററി ആവട്ടെ, ജോഗ്രഫി ആവട്ടെ, നിങ്ങൾ പഠിക്കുന്ന ഏതൊരു സബ്ജക്റ്റും ആവട്ടെ, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സാമിന് പഠിക്കേണ്ടതുണ്ടാവും. കാരണം ഇതൊരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. നിങ്ങളൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ നോളേജ് നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടോ എന്ന് മെഷർ ചെയ്യുന്നൊരു ടെസ്റ്റാണ്. ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളുടെ സിലബസുകളും കോറായിട്ടുള്ള ഏരിയാസ് മെജോറിറ്റി കവർ ചെയ്യുന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ഒരിക്കലും സിലബസ് ചേഞ്ചിൽ എക്സിസ്റ്റിംഗ് സിലബസ് അവർക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജൂണിൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ ഡിസംബറിൽ ഒരു എക്സാം ഷിഫ്റ്റ് വരുന്ന സമയത്തും കോറായിട്ടുള്ള മോസ്റ്റ് ഓഫ് ദി ടോപ്പിക്സ് അവിടെ ഉണ്ടാവും. അത് നിങ്ങൾക്കൊരു എക്സ്ട്രാ അടിച്ച് തരും. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ ജൂണിൽ ക്വാളിഫൈ ചെയ്യുക എന്നുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. ഇൻ കേസ് അത് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഡിസംബർ എക്സാമിന് ഈവൻ സിലബസ് ചേഞ്ച് ചെയ്തതിന് ശേഷമാണെങ്കിലും അതൊരു എക്സ്ട്രാ അടിച്ച് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെ സക്സസ്ഫുൾ ആണ് എന്ന് ഉറപ്പുവരുത്താൻ സഹായിക്കും. ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കേസ്, ഇനി സിലബസ് ചേഞ്ച് ചെയ്തു, എന്താണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടാവാൻ സാധിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് പറയാനുള്ളത്. എപ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഡാർവിൻ്റെ ഒരു കോട്ടുണ്ട്, അല്ലെങ്കിൽ ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് തിയറിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാറുണ്ട്. ഡാർവിൻ പറയുന്നത്, അല്ലെങ്കിൽ ആ തിയറിയുടെ ഒരു ഐഡിയ വരുന്നത്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് സർവൈവ് ചെയ്യുക. പക്ഷെ അവിടെ ഫിറ്റസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ആൾ എന്നുള്ളതല്ല. ഫിറ്റസ്റ്റ് ഈസ് എ പേഴ്സൺ, ഓർ ഫിറ്റസ്റ്റ് ഈസ് എ വൺ ഹൂ ഈസ് മോർ റെസ്പോൺസീവ് ടു ചേഞ്ച്, ഓർ ദ മോസ്റ്റ് റെസ്പോൺസീവ് ടു ചേഞ്ച്. ചേഞ്ചിനനുസരിച്ച് ഏറ്റവും കൂടുതൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ആൾ ആരാണോ, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഏതാണോ അതാണ് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഡാർവിൻ പറയുന്നത്. അവിടെയാണ് UGC നെറ്റ് എക്സാം പ്രിപ്പറേഷനിൽ എയ്ഫറിൻ്റെ ഒരു പ്രസക്തി വരുന്നത്.
നിങ്ങൾ എയ്ഫർ കാരണം എയ്ഫർ സിലബസിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, സിലബസ് മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഒരുപാട് സിലബസ് ടോപ്പിക്കുകൾ മാറുക എന്നുള്ളതിനപ്പുറത്തേക്ക് എക്സാം പാറ്റേണിലായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക. കാരണം UGC ചെയർമാനും പറഞ്ഞിട്ടുള്ളത് ഡീപ്പർ കോംപ്രഹെൻഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന എക്സാമുകൾ കൂടുതൽ അസസ്മെൻറ്റ് സിസ്റ്റംസ് കൂടുതൽ ഫോക്കസ് നൽകും എന്നുള്ളതാണ്. നെറ്റ് എക്സാമിലും നമ്മൾ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതൊരു കേവലം ഒരുപാട് ടോപ്പിക്കുകൾ ഒഴിവാക്കപ്പെടുക, പുതിയ ഒരുപാട് ടോപ്പിക്കുകൾ ആഡ് ചെയ്യപ്പെടുക എന്നുള്ള രീതിയിലായിരിക്കില്ല. എയ്ഫർ അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. എയ്ഫർ വരുന്ന സിലബസുകൾ എങ്ങനെയായിരിക്കും എക്സാമിൽ മാറിക്കൊണ്ടേയിരിക്കുക, അസസ്മെൻറ്റ് സിസ്റ്റം എങ്ങനെയായിരിക്കും മാറിക്കൊണ്ടേയിരിക്കുക, ഡീപ്പർ കോംപ്രഹെൻഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ് പോലെയുള്ള സംഭവങ്ങൾ എക്സാമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏത് രീതിയിലായിരിക്കാം എക്സാമിനേഴ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എയ്ഫർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എയ്ഫർ വിൽ ബി വൺ ഓഫ് ദി പ്ലാറ്റ്ഫോം വിച്ച് വിൽ ബി ദ മോസ്റ്റ് റെസ്പോൺസീവ് ടു ചേഞ്ച് ഇൻ സിലബസ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം എയ്ഫർ ആണെന്ന് ഞാൻ പറയും. കാരണം ഒരേ സമയം ജൂൺ എക്സാമിന് നിങ്ങൾക്ക് മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത്ര കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 1500-ലധികം നെറ്റും അതുപോലെ തന്നെ 200-ലധികമുള്ള JRFൽ നിന്നുള്ള ഒരു എക്സ്പെർട്ടൈസിൽ നിന്ന് ജൂൺ എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കാരണവശാൽ ജൂൺ എക്സാം നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഡിസംബർ എക്സാമിലേക്കുള്ള സിലബസ് മാറ്റം വരികയാണെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചും എയ്ഫർ ആലോചിക്കുന്നുണ്ട്. സോ എല്ലാ അർത്ഥത്തിലും എക്സിസ്റ്റിംഗ് ജൂൺ എക്സാം എയ്ഫറിൻ്റെ JRF ട്രാക്ക് എന്നുള്ളത്, അതായത് എല്ലാ അർത്ഥത്തിലും എക്സിസ്റ്റിംഗ് ജൂൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള എയ്ഫറിൻ്റെ JRF ട്രാക്ക് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആവും. JRF ട്രാക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരുപാട് ഫെസിലിറ്റീസിന് സിമ്പിളായിട്ട് എനിക്ക് പറയാനുള്ള എത്രയേ ഉള്ളൂ, 1500-ലധികം സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആവാൻ സഹായിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് എന്നുള്ളതാണ്. ഓവറോൾ ഫെസിലിറ്റീസിനെ നമ്മൾ എയ്ഫർ ഇമോർട്ടക് എംബഡഡ് ലേണിംഗ് സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് മത്സര പരീക്ഷകളിൽ വരുന്ന മാറ്റങ്ങൾ, ഈ മത്സര പരീക്ഷകളുടെ പ്രിപ്പറേഷൻ ആസ്പെക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി നിലനിർത്തുക, അതുപോലെ തന്നെ ടൈലേർഡ് അപ്രോച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. കേവലം കോണ്ടന്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് നല്ല ക്ലാസ്സുകൾ, നല്ല മെറ്റീരിയലുകൾ, നല്ല എക്സാമുകൾ എന്നുള്ളതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങളെ കൺസിസ്റ്റൻസ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ടുണ്ടാവുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലെല്ലാം നിങ്ങളൊരു എക്സ്പേർട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസ് എല്ലാം നിങ്ങൾ റിസോൾവ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരുപാട് സിസ്റ്റം നമ്മൾ ഈ ഒരു ഇമോർട്ടക് ലേണിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അനാലിസിസ് മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. ഒരുപാട് ടീം ബേസ്ഡ് ക്ലബ്ബുകൾ, ആക്ടിവിറ്റീസ് നമ്മുടെ ഭാഗമായിട്ടുണ്ട്. റെഗുലറായിട്ട് എല്ലാ ദിവസവും വരുന്ന റിമൈൻഡേഴ്സ്, എല്ലാ ദിവസവും വരുന്ന പോഡ്കാസ്റ്റുകൾ, ഓക്കെ, അതുപോലെ തന്നെയുള്ള നിങ്ങൾക്ക് റെഗുലറായിട്ട് മെൻറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഗൈഡൻസ്, നിങ്ങൾ പ്രിപ്പറേഷൻ ട്രാക്കിൽ തന്നെയാണ്, നിങ്ങൾ കംഫർട്ടബിൾ ആണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഹാപ്പിനെസ് ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗൈഡൻസ്, അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് അക്കാഡമിക് ആസ്പെക്റ്റിലും നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഇൻ ദ കൺട്രി, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടെയുള്ള കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻ, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്രം എൻ അക്കാഡമിക് സൈഡ് ആൻഡ് നോൺ അക്കാഡമിക് സൈഡ് കംപ്ലീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇപ്രാവശ്യം എക്സാം 2 സാധ്യതകളാണുള്ളത്. ഏതൊരു എക്സാമിനും നിങ്ങൾ ക്വാളിഫൈ ചെയ്യാം, നിങ്ങൾ ചെയ്യാതിരിക്കാം. ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് എയ്ഫർ നെക്സ്റ്റ് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇനി PhD അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോവേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, PhD അഡ്മിഷൻ അതിനെക്കുറിച്ച് പ്രോപ്പർ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സെഷനുകൾ, സംഭവങ്ങൾ, കാര്യങ്ങൾ, ഫോളോ അപ്പുകൾ, കമ്മ്യൂണിറ്റികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി അഥവാ എക്സ്പെക്റ്റഡ് റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ വി ഹാവ് എൻ ഇന്നോവേറ്റീവ് റീസിറ്റ് പോളിസി. അടുത്ത പ്രാവശ്യവും നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ എയ്ഫറിൻ്റെ റിസോഴ്സുകളെല്ലാം ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അടുത്ത ഡിസംബർ ബാച്ചിന് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള മെക്കാനിസവും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓവറോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്, സിലബസ് മാറാത്ത പക്ഷം ജൂൺ എക്സാമിന് ബെറ്ററായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള മെക്കാനിസം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇൻ കേസ് സിലബസ് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസംബർ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സിസ്റ്റം
സിസ്റ്റം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഹാവ് ദ എയ്ഫർ നെക്സ്റ്റ്. നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വി ഹാവ് ദ എയ്ഫർ റീസീറ്റ് പോളിസി. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്ക് ഉറപ്പാണ് നിങ്ങൾ എയ്ഫറിൻ്റെ ഭാഗമാവുന്നു, നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, നിങ്ങൾ എയ്ഫറിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സിസ്റ്റംസും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുമെന്നുള്ളത്. കാരണം എയ്ഫറിൽ ഈ ഒരു സിസ്റ്റം ഇവോൾവ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കാലത്ത് നമ്മുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. 8 വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ നെറ്റും 2 വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ JRFും ക്വാളിഫൈ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അക്കാഡമിക്കലി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള നമ്മുടെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും മെൻറ്റേഴ്സിൻ്റെയും ടീം മെമ്പേഴ്സിൻ്റെയും ഒക്കെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്കിൽ നിന്നെല്ലാം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് എയ്ഫർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റിസൾട്ടുകൾ വീണ്ടും വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ റിസൾട്ടുകൾ നിങ്ങളോട് പറയുന്നത് എയ്ഫറാണ് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം എന്നുള്ളതാണ്. നിങ്ങൾ വരുന്ന എക്സാമിന് തന്നെ നിങ്ങൾ നെറ്റും JRFും നിങ്ങൾ എയിം ചെയ്യുക, എയ്ഫറിൻ്റെ ഭാഗമാവുക. ഇത് എയ്ഫറിൻ്റെ പ്രോമിസാണ്. ജൂൺ എക്സാമിൽ തന്നെ നിങ്ങളെ ക്വാളിഫൈ ചെയ്യാൻ എയ്ഫറിന് സാധിക്കും എന്നുള്ളത്. നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എക്സാം അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു എക്സാം അല്ല. 99% ആളുകളും ക്വാളിഫൈ ചെയ്യാത്തൊരു എക്സാമാണ് JRF എന്നുള്ളത്. 1% ആളുകൾ മാത്രം ജയിക്കുന്ന JRFും 6% ആളുകൾ മാത്രം ജയിക്കുന്ന നെറ്റും എന്നുള്ളത് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട്. കാരണം എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എയ്ഫർ എന്നുള്ളത്. നിങ്ങൾക്ക് എയ്ഫറിനെ കുറിച്ച് പഠിക്കാം, എയ്ഫറിൻ്റെ പ്രീവിയസ് റിസൾട്ടുകളെ കുറിച്ച് പഠിക്കാം. ഞാൻ പറഞ്ഞു 1500-ലധികം സക്സസ് സ്റ്റോറീസാണ് എയ്ഫർ ഉണ്ടാക്കിയിട്ടുള്ളത്. എയ്ഫറിനെ കുറിച്ചും അനീസ് ഫോത്തിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂസ് വായിക്കാം, വ്യത്യസ്തമായിട്ടുള്ള യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻറ്റ്സ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ വ്യത്യസ്തമായ സോഷ്യൽ മീഡിയാസിൽ എയ്ഫറിനെ കുറിച്ചും അനീസ് ഫോത്തിയെക്കുറിച്ചും നമ്മുടെ അലുമിനീസും മറ്റുള്ള ആളുകളും എഴുതിയിട്ടുള്ള കമൻറ്റുകളും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് എയ്ഫർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്.